നമസ്കാരം, ഞാൻ ഡോക്ടർ ഫവാസ്, അൽനൂർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളിൽ വരുന്ന അപസ്മാരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. പനി കാരണം വരുന്ന അപസ്മാരത്തെ. സാധാരണഗതിയിൽ അപസ്മാരം വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനാവും, പാനിക് ഇതൊക്കെ വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിർബന്ധമായിട്ടും പാരൻസ് അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം ചെയ്യേണ്ടത്, കുട്ടിക്ക് ഈ അപസ്മാരം പോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ കുട്ടിനെ ചെരിച്ച് കിടത്തുക. ഏതെങ്കിലും വലത്തെ ഭാഗത്തോ ഇടത്തെ ഭാഗത്ത് ചെരിച്ച് കിടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെരിച്ച് കിടത്തിയതിന് ശേഷം പിന്നെ നോക്കേണ്ടത് കുട്ടി ശ്വാസം ശരിക്കും വലിക്കുന്നുണ്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം വലിക്കുന്നില്ലെങ്കിൽ തല ഒന്ന് ജസ്റ്റ് പൊതിച്ചു കൊടുക്കുക കിടത്തിയിട്ട്. പിന്നെ നോക്കേണ്ടത് നാവ് വല്ലതും ബാക്കിലോട്ട് പോയിട്ടുണ്ടോ. സാധാരണ ഈ അപസ്മാരം വരുന്ന സമയത്ത് എന്താ പറ്റുക, ഈ നാവ് കുഴഞ്ഞിട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇത് അടയും. അപ്പോൾ ശ്വാസം ഉള്ളിലോട്ട് വലിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക, നാവ് പുറകോട്ട് പോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നാറ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ വിരൽ വെച്ച് ജസ്റ്റ് നാവ് ഒന്ന് ആ സൈഡിലോട്ട്, ഈ ഇടത്തെ ഭാഗത്തേക്ക് ചിരിച്ച് കിടത്തുമ്പോൾ തന്നെ ഒരു പരിധി വരെ നാവ് സൈഡിലോട്ട് തന്നെ ഇതാക്കാം. അപ്പോൾ കുട്ടിക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. ഇനി പനിയുള്ള സമയത്താണ് ഇത് വരുന്നെങ്കിൽ നിർബന്ധമായിട്ടും പനിയുടെ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് കൊടുക്കുക. അല്ലാത്ത സമയത്ത് നിങ്ങൾ തുടച്ചു മാത്രം കൊടുക്കുക. അപസ്മാരമുള്ള സമയത്ത് ഒരു പാനീയങ്ങളോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനങ്ങളോ ഒന്നും വായിലൂടെ ഒന്നും കൊടുക്കാൻ നിൽക്കരുത്.